നിങ്ങൾ നൗഷാദ് ഹസനിയോട് ചോദിക്കുക. നൗഷാദ് ഹസനി ഇപ്പൊ വേദിയായ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതാദ്യം പൊന്മളയെ നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത്. ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും, ഞാൻ നിങ്ങൾക്ക് ഖാലിഖാക്കി തരും പറഞ്ഞില്ലേ? കണ്ടിട്ടില്ലേ? കാണിച്ചു കൊടുക്കാം മാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ. അതാ അതിലെ ആയത്താണത്. അഖ്ലുഖുലകും മിനത്തീൻ, കളിമണ്ണിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും. അതിനാടോ ഖാലിഖ് എന്ന് പറയാ. അത് അർത്ഥം കൊടുത്തത് കണ്ടോ? ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കി തരും. അതിന്റെ പേരാടോ ഖാലിഖ്. ഈസ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടിച്ചു തരാന്നുള്ളത് ഈസാ നബി ചെയ്യുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം അതാ ഖാലിഖാണെന്ന് എഴുതിയിട്ട് സൃഷ്ടിച്ചുണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ തന്നെ ഉദ്ധരിച്ചത് എന്തേ മൗലവി കാണാതെ പോയത്? അല്ല പറഞ്ഞത് ശിർക്കാണോ കുഫ്റാണോ? ഈസ നബി ഖാലിഖാണെന്ന് ഖുർആനിലില്ലേ? മൗലാന് മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ വേണോ ആയത്ത്? സൂറത്തുൽ മുഅ്മിനീൻ എടുക്ക്. അതാ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഏറ്റവും നല്ല സിട്ടാവായ അല്ലാഹ്. മാനി മൗലവി ഏറ്റവും നല്ല സിട്ടാവ്. കുറെ സിട്ടാവ് ഉണ്ട്. അതാ ഖാലിഖ്. ഖാലിഖീൻ ഒരുപാട് സൃഷ്ടിക്കുന്ന ആളുകൾ, അവരിൽ ഏറ്റവും ഖൈറ് ശിർക്കാണോ? ഇതൊന്നും ഏത് നാളങ്ങളൊക്കെ ഖുർആൻ നോക്കിയത്? പേരോന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയപ്പോഴുള്ള അറിവും പോയോ? മറുപടി പറയുന്നു. എന്നിട്ട് ഇങ്ങനെ ഓനെയും പിടിച്ച് നടക്കുക. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം? ഇവിടെ ജിബിലിനെ കുറിച്ച് തന്നെ പറയണമെന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു സിട്ടിനെ കുറിച്ച് പറഞ്ഞാ പോരെ? മതി. അപ്പൊ നമ്മൾ ആയത്തോതി കൊടുത്തുണ്ട്. അഹുലുക്കുലക്കും ഇന്നിപ്പോ എല്ലാരും പഠിച്ചു. ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും. അഹുലുക്കു ഖലഖ യഖുലുഖു ഖൽഖൻ ഫഹുവ ഖാലിഖുൻ. അതാ ഖാലിഖ് ഇസ്മു ഫായില. യഖ്ലുഖു എന്നുള്ളത് സർഫാക്കിയാൽ കിട്ടുന്നതാണ് അഖ്ലുഖു. അപ്പൊ അഖ്ലുഖു എന്ന് പറയുമ്പോ വരുന്ന ആശയം ഈസ നബി അലൈഹിസ്സലാം ഖാലിഖാണ്. എന്തിന്റെ ഖാലിഖ്? പക്ഷിയുടെ രൂപം കളിമണ്ണ് കൊണ്ടുണ്ടാക്കി അതിനെ ഊതിയപ്പോൾ പാറി പറന്നുപോയി. അതാണ് ഖൽഖ്. ഈ ആയത്ത് നമ്മൾ ഓതിക്കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് അങ്ങനെ ആയത്ത് ഇല്ലാന്നോ, ഖാലിഖ് ആവൂലാന്നോ? ഇയാൾ മറുപടി പറയും. ഇയാൾ നമ്മൾ ഇപ്പം അടുത്ത് പ്രസംഗിച്ചില്ല തിരൂര്. അതിനുശേഷം ഈ ചങ്ങായി വന്നുകൊണ്ട് മറുപടി പറയുന്നത് അത് അല്ലാഹു തആല ഈസാ നബിനെ കുറിച്ച് മാത്രമല്ല പല ആളെ കുറിച്ചും ഖാലിഖ് എന്ന് പറഞ്ഞു കിട്ടുക. അപ്പൊ നമുക്ക് സുഖമായില്ലേ? ഇതാണ് ഇറ്റേക്ക് അന്തല്ല എന്ന് പറയുന്നത്. കേട്ടോളൂ, ഞാൻ അതിനെ ഗണ്ണിച്ചില്ല. ആദ്യം ഒരു FB ഒരു കുറിപ്പിട്ടിരുന്നു. ഞാനിതാ അയാളെ വലിച്ചു കയറാൻ പോവാണ്. നമ്മളൊന്നും ആദർശപരമായി വലിച്ചു കയറാൻ ഒരു ശുജായും ദുന്യാവിലില്ലട്ടോ. ഞങ്ങളെ മശായിഖിന്റെ മദതിൽ ഓടുമ്പോ ഞങ്ങളെ മുന്നിൽ ഒരു മുള്ളായി നിൽക്കാൻ പോലും പറ്റൂല. എന്നിട്ടല്ലേ വലിച്ചു കയറല്. വലിച്ചു കയറിയപ്പോ എന്താണോ ആയത് മൗലവി? എന്തായത്? ഒന്നും ആയില്ല. അങ്ങനെ ഉണ്ട്. അങ്ങനെ മാത്രല്ല വേറും സിട്ടാവുണ്ട് എന്നാ പറഞ്ഞേ. അവളെ അടുത്ത മറുപടി കേട്ടോളൂ. അല്ലാഹു പറയുന്നുണ്ട്, ഈസാ നബി പറഞ്ഞതായിട്ട്, അന്നി അഖ്ലുഖുലകും മിനത്തീനി, ഞാൻ നിങ്ങൾക്ക് കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കി തരും. പക്ഷിയുടെ ആകൃതി പോലുള്ള ഒന്ന്, എന്നിട്ട് ഞാൻ അതിൽ ഊതും. അള്ളാഹുവിന്റെ അനുവാദപ്രകാരം അത് പക്ഷിയായി തീരും എന്ന് ഖുർആനിൽ ഇല്ലേ? അപ്പോ അന്നി അഹ്ലുഖുലകും, നിങ്ങൾക്ക് ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കി തരും. അമാനവി മൗലവി പറഞ്ഞിട്ടുണ്ട് സൃഷ്ടിച്ചുണ്ടാക്കി തരും. അപ്പൊ സൃഷ്ടിച്ചുണ്ടാക്കുന്നവൻ ഖാലിഖല്ലേ, സൃഷ്ടാവല്ലേ? അതുകൊണ്ട് ഈസാ നബിയെ പറ്റി അള്ളാഹു ഖാലിഖ് എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ ആര് രംഗത്ത് വന്നു? നമ്മുടെ നൗഷാദ് ഹസനി. നൗഷാദ് ഹസനിയോട് ചോദിക്കുകയാണ് ഞാൻ, അള്ളാഹു ഖുർആനിൽ ഖാലിഖ് എന്ന് പറഞ്ഞത്, പടച്ചോൻ എന്ന് പറഞ്ഞത് ഈസാ നബിയെ പറ്റി മാത്രമാണോ? നിങ്ങളെ മടവൂര് മാത്രമല്ല എന്നാ പടച്ചോന് ഖാലിഖ്. ഈസാ നബി മാത്രമല്ല പടച്ചോൻ. നിങ്ങളെ ന്യായപ്രകാരം ലോകത്തുള്ള മുഴുവൻ മുശ്രിക്കുകളും ഖാലിഖുകളാ. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം തെളിവ്. ഖുർആനിൽ അള്ളാഹു സൂറത്തുൽ അൻകബൂത്തിൽ പറയാണ് 17-ാമത്തെ ആയത്തിൽ, ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഔസാന, നിങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹുവിനെ വിട്ട് ചില പ്രതിമകളെയാണ്. വതഖ്ലുഖൂന ഇഫ്ക, നിങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കുന്നത് വെറും വ്യാജം മാത്രമാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വതഖ്ലുഖൂന, നിങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇഫ്ക, വ്യാജത്തെ. അപ്പം മുശ്രിക്കുകളോട് പറഞ്ഞു, അപ്പൊ മുശ്രിക്കുകൾ സൃഷ്ടിക്കുന്നില്ലേ? അവരും നൗഷാദ് ഹസനിയുടെ പടച്ചന്മാരാണോ? അപ്പൊ ഒരു രവിയെ കണ്ടു കഴിഞ്ഞാൽ നൗഷാദ് ഹസനി പടച്ചോനെ ഇങ്ങോട്ട് വാ
ഏതെങ്കിലും പൂജാരിയൊക്കെ ഉണ്ടാ പടച്ചോനെ ഇങ്ങോട്ട് വാ. ഏതായാലും